നമസ്കാരം. കൃഷ്ണാരി മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സൗമ്യതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ സന്താന ഗോപാലമൂർത്തിയായിട്ട് പൂർണ്ണത്രയേശനായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടിട്ടില്ല, കേട്ടറിവാണ്. പൂർണ്ണത്രയേശന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. അനേകം പ്രത്യേകതകളുണ്ട് ഈ പൂർണ്ണത്രയേശൻ എന്ന ശ്രീ ഗുരുവായൂരപ്പന്റെ ഭാവത്തിന്. എന്തൊക്കെയാണ് പ്രത്യേകത എന്നറിയോ? ഭഗവാനിലെ സൗഹൃദം എന്താണ് എന്ന് കാണിച്ചു തരുന്ന ഒരു ഭാഗമാണ്. ഭഗവാനിലെ അനുഗ്രഹദായകത്വം എന്താണ് എന്ന് കാണിച്ചു തരുന്ന ഭാഗമാണ്. എന്താ പറയാ, ഭഗവാൻ ഇഗ്നോർ ചെയ്യുന്നതിന്റെ പിന്നിൽ എപ്പോഴും ഒരു കാരണം ഉണ്ടാവും എന്ന് കാണിച്ചു തരുന്ന ഭാഗമാണ്. ഈ സന്താന ഗോപാലമൂർത്തിയെ തൊഴുതാലും തൊഴുതാലും മതിയാവില്ല. അതുകൊണ്ട് പൂർണ്ണത്രയേശന്റെ അമ്പലത്തിൽ എത്ര പേര് പോയിണ്ടെന്ന് എനിക്കറിയില്ല. പോയ ആൾക്കാർക്കൊക്കെ അറിയാം, വളരെ പ്രത്യേകതയുണ്ട് ആ ഒരു ശ്രീകോവിലിനായാലും ഭഗവാന്റെ ആ ഒരു വിഗ്രഹത്തിനായാലും അവിടെയുള്ള അലങ്കാരങ്ങൾക്കായാലും എന്തിനായാലും. വട്ടത്തിലുള്ള ശ്രീകോവിലാണ്, വളരെ ഭംഗിയുള്ള അമ്പലമാണ്. ആർക്കെങ്കിലും പോവാൻ സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ പൂർണ്ണത്രയേശനെ കാണാനായിട്ട്. ഇനി കാണാൻ സാധിക്കാത്തവർക്ക് അതാ ഇവിടെ പൂർണ്ണത്രയേശനായിട്ട് നമ്മുടെ ഗുരുവായൂരപ്പനുണ്ട്. ഇവിടെ ഗുരുവായൂരപ്പൻ ഇന്ന് പൂർണ്ണത്രയേശന്റെ രൂപത്തിലാന്ന് പറഞ്ഞപ്പോ സന്താനഗോപാലക കഥയൊന്ന് അനുസ്മരിച്ചാലോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അത് പക്ഷെ ഒരുപാട് ലോങ് ആയി പോകും വീഡിയോ. കുറേ പേരുടെ അനുഭവങ്ങളും മെസ്സേജസും ഒക്കെ വായിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വേറൊരു ദിവസം അനുസ്മരിക്കാം കേട്ടോ. ആദ്യം ഞാൻ ഒരു ഭക്തയുടെ അനുഭവം വായിക്കാം കേട്ടോ. സവിത നമസ്കാരം. ഞാൻ എപ്പോഴും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഭഗവാൻ അല്ലാതെ മറ്റാരും ഞങ്ങൾക്കില്ല എന്ന് എപ്പോഴും ഭഗവാനോട് പറയാറുണ്ട്. കൂലിപ്പണി എടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. വാടക വീട്ടിലാണ് താമസം. ഭഗവാന്റെ ഇടപെടൽ മിക്കപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാനിപ്പോൾ ചെറിയ രീതിയിൽ ബേക്കറി ഉണ്ടാക്കി കടകളിൽ കൊടുക്കുന്നുണ്ട്. ഇന്നലെ ബേക്കറി ഉണ്ടാക്കുമ്പോൾ കറണ്ട് ഇല്ലായിരുന്നു അടുക്കളയിൽ. നല്ല ഇരുട്ടായിരുന്നു. ഞാൻ കയ്യിലുണ്ടായിരുന്ന സാധനം തിളച്ച എണ്ണയിലേക്ക് ഇട്ടപ്പോൾ ശ്രദ്ധിച്ചില്ല. വലത്തെ കൈയെ വിരലുകളെല്ലാം എണ്ണയിൽ മുങ്ങി. ഓടിപ്പോയി കഴുകി. മരുന്നൊന്നും ഇല്ലായിരുന്നു. കുറച്ച് പേസ്റ്റ് വാരി തേച്ചു. ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ വീട്ടില്. ഞാൻ ഗുരുവായൂരപ്പ എനിക്ക് വേറെ ആരുമില്ല, നോക്കിക്കോണേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരാഴ്ചത്തേക്ക് ഇനി എനിക്ക് പണിയെടുക്കാനൊന്നും പറ്റില്ല എന്ന്. ഏതാണ്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും പണി തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, ഈ നിമിഷം വരെ എൻ്റെ കൈക്ക് ഒരു കുഴപ്പവുമില്ല, ഒരു ചെറിയ പാട് പോലും ഇല്ല. ഭഗവാന്റെ അനുഗ്രഹം അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന്. എന്താ അല്ലേ, ശ്രീ ഗുരുവായൂരപ്പൻ ഇങ്ങനെ കൂടെ ഉണ്ട്. എനിക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ഓരോ ഭക്തന്റെ കൂടെയും ഭഗവാൻ ഓരോ നിമിഷവും ഉണ്ട്. നമുക്ക് വരുന്ന വലിയ വലിയ അപകടങ്ങളൊക്കെ ഭഗവാൻ ഇത്ര നിഷ്പ്രയാസമായിട്ടാണല്ലേ തള്ളിക്കളയുന്നത്. ആ എണ്ണയുടെ ചൂട് അവിടെ ഇല്ലാതായത് എന്തുകൊണ്ടായിരിക്കും? ചൂടുള്ള എണ്ണയിലേക്ക് ഇടുമ്പോൾ എന്തായാലും കയ്യിന് വേദന ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പാടെങ്കിലും ഉണ്ടാവും ഇല്ലേ? ആ പ്രഹ്ലാദനെ പണ്ട് തീയിലിട്ടു എന്ന് കേട്ടിട്ടില്ലേ? ആ തീ മുഴുവനും കഴിഞ്ഞപ്പോഴും വളരെ കൂളായിട്ട് പ്രഹ്ലാദൻ എഴുന്നേറ്റ് വന്നത് ആ ഒരു ഭാവത്തിലാണ്. പ്രഹ്ലാദനെ താങ്ങിയ പോലെ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ കൂടെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ എപ്പോഴും ഉണ്ട് എന്നുള്ളതിന് ഓരോരുത്തരും ഓരോ ദൃഷ്ടാന്തങ്ങളുമായിട്ട് ഓരോ ദിവസം നമ്മുടെ കൃഷ്ണാരിമിത്രത്തിലേക്ക് വരാറുണ്ട് അല്ലേ. എന്തായാലും ചേച്ചിയെ ഭഗവാൻ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇനിയും തുടർന്നും ഇതുപോലെ അനുഗ്രഹിക്കപ്പെടട്ടെ ചേച്ചി. ആരും ഇല്ലെങ്കിൽ എന്താ, കുറച്ച് ദാരിദ്ര്യം ഉണ്ടെങ്കിൽ എന്താ, നമ്മുടെ ഉണ്ണികൃഷ്ണൻ കൂടെ ഉണ്ടല്ലോ. ജീവിതത്തിൽ മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല, ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഇല്ല എങ്കിൽ. ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടായിട്ടും കാര്യമുള്ളൂ. അപ്പോൾ അത് ചേച്ചിക്ക് വേണ്ടിയോളം ഉണ്ട് കേട്ടോ. ഇന്നത്തെ ചോദ്യങ്ങൾ വായിക്കാം അല്ലേ. ഇന്ന് ശ്രീജ എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട്, സവിത ഒരിക്കലും എൻ്റെ മെസ്സേജ് വായിക്കില്ല, ബാക്കി എല്ലാവരുടെ മെസ്സേജും വായിക്കുന്ന. അതിന് ഭാഗ്യ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സവിത ചേച്ചി കാണാത്തതുകൊണ്ടാവും. അറിഞ്ഞുകൊണ്ട് ചേച്ചി അങ്ങനെ ചെയ്യില്ല എന്ന്. സത്യമാട്ടോ, അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷെ ഞാൻ ആ വീഡിയോ കഴിഞ്ഞ് അടുത്ത വീഡിയോ ചെയ്യുന്നത് വരെ ഈ വീഡിയോന്റെ കമന്റ്സ് നോക്കാറുള്ളൂ. കാരണം പുതിയ ചോദ്യങ്ങളല്ലേ എനിക്ക് എടുക്കേണ്ടത്. നമ്മളുടെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവ് സെഷനാണ് അല്ലേ. നിങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നു, ഞാൻ കേൾക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഉത്തരം പറയുന്നു. ഇങ്ങനെയല്ലേ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ സത്സംഗം. അതല്ലാതെ ഞാൻ മാത്രം ഇരുന്ന് പറയാലല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ വന്നു കഴിഞ്ഞാൽ അടുത്ത ആൾക്കാരുടെ ചോദ്യം ഉണ്ടാവും.
അപ്പം അതെന്താണെന്ന് നോക്കാൻ അങ്ങോട്ട് പോകുന്ന കാരണം പഴയ വീഡിയോയോ അതിലത്തെ ചോദ്യങ്ങളോ ഞാൻ നോക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ കാണാതെ വന്നിട്ടുണ്ടാവുക. ശ്രീജ ചേച്ചി നോക്കി നോക്കൂ, ആ ഒരു കമൻറ്റിൻ്റെ താഴെ എൻ്റെ ലൈക്ക് ഉണ്ടാവില്ല. ഒരു 1 ലൈക്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഞാനാണ്. അത് എൻ്റെ പേഴ്സണൽ ഐ ഡിയിൽ നിന്നാണ് ഞാൻ ലൈക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് ആ കൃഷ്ണാരിമിത്രമാണ് ലൈക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കൃഷ്ണാരിമിത്രം കണ്ടിട്ടുണ്ട്, ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണൽ ഐ ഡിയിൽ നിന്ന്, സവിത എന്നുള്ള ഐ ഡിയിൽ നിന്നാണ് ലൈക്ക് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആ പേഴ്സൺ ആരാണ് ലൈക്ക് ചെയ്തതെന്ന് ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ 1 ലൈക്ക് എന്ന് കാണുന്നുണ്ടായിരിക്കും. 1 ലൈക്ക് ഉണ്ടെങ്കിൽ അത് ഞാനാണ് കേട്ടോ. ഇതിൽ ഈ കമൻറ്റിൽ അങ്ങനെ ഒരു ലൈക്ക് കണ്ടില്ല. പക്ഷെ ഞാൻ ശ്രീജ ചേച്ചി അത് പറഞ്ഞപ്പോൾ മുമ്പത്തെ വീഡിയോ സെർച്ച് ചെയ്തെടുത്ത് ആ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വായിക്കാം. സവിത ഇത് വായിക്കുമോ എന്നറിയില്ല, നേരത്തെ മെസ്സേജ് അയച്ചിട്ട് വായിച്ചിട്ടില്ല. മുമ്പത്തെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ മോൻ SSLC കഴിഞ്ഞു. എനിക്ക് മാത്സിൻ്റെ കാര്യത്തിൽ വളരെ വിഷമമായിരുന്നു. A+ മാർക്ക് മോഡൽ എക്സാമിനും കിട്ടിയിട്ടില്ല. 68നും 72നും ഇടയ്ക്കാണ് കിട്ടുന്നത്. ഗ്രേസ് മാർക്ക് ഒന്നുമില്ലായിരുന്നു. 9ാം ക്ലാസ്സിലാണ് ഞാൻ അവനെ കേരളത്തിലേക്ക് മാറ്റിയത്. ഞാൻ 21 ദിവസം 12 നമസ്കാരം ചെയ്യാം, എല്ലാത്തിനും A+ കിട്ടണേ എന്ന് പറഞ്ഞ് നമസ്കാരം തുടങ്ങി. റിസൾട്ട് വരുന്ന ദിവസം നോക്കിയപ്പോൾ 20 എണ്ണമേ ആയിട്ടുള്ളൂ. അന്ന് രാവിലെ ഒന്നുകൂടി ചെയ്ത് 21 ആക്കി. അതുപോലെ എക്സാം തുടങ്ങിയ മാർച്ച് മാസം മുതൽ മെയ് 26 വരെ വീട്ടിലടക്കുകയും ചെയ്തു. 21 ദിവസം നെയ്വിളക്ക് ചെയ്തു. 2 പ്രാവശ്യം ഗുരുവായൂർ നിർമ്മാല്യം തൊഴുതു. റിസൾട്ട് വന്നപ്പോൾ ഫുൾ A+ ഉണ്ടായിരുന്നു. സവിതയുടെ വീഡിയോ കണ്ട ശേഷമാണ് ഞാൻ ഗുരുവായൂരപ്പനോട് ഇത്രയും അടുത്തതും വഴിപാടിനെ കുറിച്ച് അറിയുന്നതും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, കാര്യമാക്കണ്ട. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡെപ്യൂട്ടേഷൻ നീട്ടി കിട്ടാതായപ്പോൾ അഹസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതും ഭഗവാൻ നടത്തി തന്നു. ഞാൻ സവിതയെ ആദ്യം കാണുന്നത് മറ്റൊരു ചാനലിൽ കൂടിയായിരുന്നു. അന്ന് മുതൽ സവിതയുടെ വീഡിയോ കാണുന്നുണ്ട്. മനസ്സിന് ഒരു സമാധാനമാണ്. താങ്ക് യു ശ്രീജ ചേച്ചി. ഇതും ഒരു അനുഭവം തന്നെയാണ്. ഭക്തയുടെ പറയുന്ന വഴിപാടുകൾ ചെയ്യുന്നതിനനുസരിച്ച് ശ്രീ ഗുരുവായൂരപ്പൻ വഴിപാട് ചെയ്താൽ മാത്രമേ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുള്ളൂ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെയും കൂടി എടുക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നാമം ജപിച്ചാൽ ഗുരുവായൂരപ്പൻ നമ്മളെ സ്വീകരിക്കും, അതിലൊരു സംശയവും ഇല്ല. പിന്നെ എന്തിനാ ഈ വഴിപാടൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സന്തോഷത്തിനാ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ എന്ത് മേടിച്ചു കൊടുത്താലും നമുക്ക് മതിയാവില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കി അവർക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നമുക്ക് ഇഷ്ടമാണ്. മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള സാധനം ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെ അമ്മമാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അമ്മ എനിക്ക് ഇന്നത് വേണം എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ തേടി കണ്ടുപിടിച്ച് കൊണ്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവില്ലേ. ഇതുപോലെയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ണികൃഷ്ണനോടുള്ളൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ആ സന്തോഷത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ണിക്ക് കൊണ്ടുപോയി കൊടുക്കണം അല്ലേ. അപ്പോൾ വഴിപാട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ വഴിപാടുകളെ കുറിച്ച് അറിഞ്ഞത് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ഒരു അനുഗ്രഹീത നിമിഷമാണ്. ഇങ്ങനത്തെ മെസ്സേജൊക്കെ കണ്ട ആരെങ്കിലും വായിക്കാതിരിക്കുമോ, എന്നെക്കുറിച്ച് എനിക്ക് തന്നെ ഒരു ഇംപ്രഷനൊക്കെ തോന്നുന്ന സമയമല്ലേ. പക്ഷെ അത് കണ്ടില്ല, അതുകൊണ്ടാട്ടോ. അടുത്തതായിട്ട് ഭാഗ്യ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. ചേച്ചി, എൻ്റെ വീടിനടുത്തുള്ള ഒരു ഭഗവതി ക്ഷേത്രത്തിൽ ദേവി ഭാഗവത പാരായണം കഴിഞ്ഞ നവരാത്രി കാലത്ത് നടത്തിയിരുന്നു. അപ്പോൾ അവിടെ ഒരു ആചാര്യൻ തുളസി ദേവിയെക്കുറിച്ച് വളരെ വ്യത്യസ്തമായൊരു കഥ പറഞ്ഞിരുന്നു. ആ കഥ ചേച്ചിയോട് ഇന്നലെ കമൻറ്റ് ചെയ്യാമെന്ന് കരുതി, പക്ഷെ മടിച്ചു. ആ കഥയനുസരിച്ച് ലക്ഷ്മി ദേവി ഭൂമിയിൽ ധർമ്മധ്വജൻ എന്ന രാജാവിൻ്റെ പുത്രിയായി ജനിച്ചു. ഭഗവാനെ കുട്ടിക്കാലം മുതൽ പ്രണയിക്കുകയും തൻ്റെ ഭർത്താവായി അദ്ദേഹത്തെ ലഭിക്കണമെന്നും കരുതി ബദ്രീനാഥിൽ പോയി തപസ് ചെയ്തു. ശേഷം ഭഗവാൻ വരം നൽകുകയും ഇരുവരുടെയും വിവാഹം നടക്കുകയും ചെയ്തു. അങ്ങനെ തുളസി ദേവി ആ ശരീരം ത്യജിച്ച് ചെടിയായി മാറിയതാണെന്നും അപ്പോൾ ഭഗവാൻ സ്വയം ഒരു സ്ഥലഗ്രാമത്തിന്റെ രൂപം സ്വീകരിച്ചു എന്നുമാണ് ആ അമ്പലത്തിന്റെ ആചാര്യൻ പറഞ്ഞത്. ചേച്ചി, ഈ കഥയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ കഥ ശരിയായിരിക്കുമോ? ഞാൻ ആദ്യമായാണ് ഇങ്ങനെ ഒരു കഥ ഇടയായത്. കൺഫ്യൂസ്ഡ് ആകുന്നു. റിപ്ലൈ നൽകണേ ചേച്ചി. ഗണപതി ഭഗവാൻ തുളസി ദേവിയെ തൻ്റെ പൂജയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ശാപം കൊടുത്തു എന്നും പറഞ്ഞിരുന്നു. ഭഗവാന്റെ തപസ് എന്തോ തുളസി തടസ്സപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു. ജലന്ധരന്റെ ഭാര്യയായ വൃന്ദ തുളസിയായി എന്നതൊക്കെ വെറും തെറ്റായ കഥയാണെന്ന് അദ്ദേഹം എടുത്തെടുത്തു പറഞ്ഞു. വൃന്ദയ്ക്ക് ഭഗവാൻ മോക്ഷം കൊടുത്തുവെന്നും വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി എന്നും പറഞ്ഞു. മാത്രമല്ല, വൃന്ദ ഭഗവാനെ ശപിച്ചത് ഭഗവാന്റെ പത്നിയുടെയും പാതിവൃത്യം ഒരു നാൾ ചോദ്യം ചെയ്യപ്പെടും എന്നായിരുന്നു. അദ്ദേഹം അന്ന് നിസ്സഹായനായി കരയുമെന്നും ആചാര്യൻ പറഞ്ഞു. രാമായണം കഥ ചേർത്ത് വെച്ച് പറഞ്ഞു സീതാദേവിയെ കുറിച്ച് എന്ന്. ചിലപ്പോൾ നോക്കൂ, ഇങ്ങനെ ഒരു വേർഷനും കൂടി ആ കഥയ്ക്ക് ഉണ്ടാവും. എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ കേട്ടിരിക്കുന്നത് വൃന്ദാദേവിയുടെ കഥയായിട്ടാണ്. തുളസി ദേവിയെ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഭാഗ്യയുടെ ഈ കമൻറ്റ് കണ്ടപ്പോൾ
എൻ്റെ ചേച്ചിയുടെ മദറിലോ ഭാഗവത ആചാര്യാണ് രാധാന്തർജനം. ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഇല്ല തന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാൻ എളുപ്പമുണ്ട്. ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അജിയേട്ടൻ്റെ അമ്മ എന്ന അർത്ഥത്തിൽ അജിയമ്മ എന്നാട്ടോ ഞാൻ വിളിക്കുക. അപ്പോൾ അജിയമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അജിയമ്മ പറഞ്ഞതും വൃന്ദാദേവിയുടെ കഥ തന്നെയാണ് കേട്ടോ. ജലന്ധരൻ്റെ കഥ, തുളസീദേവിയുടെ കഥ, വൃന്ദാദേവിയുടെ കഥ, ജലന്ധരന്റെ കഥ, മഹാദേവന്റെ കഥയൊക്കെ ആയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കഥയും ഞാൻ അമ്മ പറഞ്ഞ് കേട്ടിട്ടില്ല. പക്ഷെ അമ്മ തന്നെ പറഞ്ഞു പല വേർഷൻസും ഉണ്ടായിരിക്കാം. തുളസീദേവി ലക്ഷ്മി ദേവിയുടെ അവതാരമായിട്ട് പറയുന്നവരും ഉണ്ടായിരിക്കാം. പക്ഷെ ഈ കഥയാണ് ഞാൻ കേട്ട ആധികാരികതയുള്ള കഥ എന്ന് പറഞ്ഞു. ഇനി മറ്റേതെങ്കിലും ആചാര്യൻ മറ്റു തരത്തിൽ പറയുന്നുണ്ടെങ്കിൽ അവർ അതിനുള്ള പ്രൂഫും പറയുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ മനസ്സിന് ഏതാണ് ശരിയെന്ന് തോന്നുന്നത് അത് വിശ്വസിക്കൂ, ബാക്കിയുള്ളതൊക്കെ തള്ളിക്കളയൂ. കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു ഭഗവാന് ശരിക്കും 8 ഭാര്യമാര് മാത്രമേ ഉള്ളൂ, 16,008 ഭാര്യമാരില്ല, അത് വെറുതെ പറയണതാണ് എന്ന്. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് 16,000-ലധികം പത്നിമാരുണ്ട് എന്ന് ആചാര്യൻ എടുത്ത് പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. നരകാസുരൻ ബന്ധനസ്ഥനാക്കിയ അല്ലെങ്കിൽ ബന്ധനസ്ഥരാക്കിയ കന്യകമാരെയാണ് ഭഗവാൻ സ്വീകരിച്ചത്. അതുവരെ ഭഗവാൻ സ്വീകരിക്കാൻ വളരെ സുനിശ്ചിതമായൊരു കാരണവും ഉണ്ട്. കാരണം 16,000-ലധികം എന്ന് പറയുമ്പോൾ വളരെ വലിയ ഒരു സംഖ്യ കന്യകമാരാണ്. അവരെ ഭാവിയിൽ ആരും വിവാഹം ചെയ്യാതെ വരും. ഇത്രയധികം സ്ത്രീകളെ വിവാഹം ചെയ്യാതെ അവർ കന്യകമാരായിട്ട് തന്നെ തുടരാൻ അവരവരുടെ കൊട്ടാരത്തിലേക്ക് തിരിച്ച് സ്വീകരിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. അപ്പൊ അവരെന്താ ചെയ്യുക? അവർ ശരിക്കും തെരുവിലായി പോകും. അപ്പോൾ ഒരു ജനത തന്നെ തെറ്റായ മാർഗം തിരഞ്ഞെടുക്കാനുള്ള വഴി അവിടെ ഉണ്ട് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ അവരെ സ്വീകരിക്കാൻ തയ്യാറായത്. പക്ഷെ അവരുടെ റിക്വസ്റ്റും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളെ ഒരിക്കലും ഞങ്ങളുടെ തന്നെ കൊട്ടാരങ്ങളിലേക്ക് തിരിച്ചയക്കരുത്, കാരണം അവർ സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല. പകരം ഞങ്ങളെ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി അവിടെ അടിച്ചു തെളിക്കാരിയായി കൊണ്ടുപോയാൽ മതി, ഞങ്ങൾക്ക് അങ്ങേ അകലെ നിന്നെങ്കിലും ഇന്നും കാണാനുള്ള അവസരം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ നമസ്കരിച്ച കന്യകമാരെയാണ് ഭഗവാൻ പത്നിമാരായിട്ട് സ്വീകരിച്ചത്. ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് അനേകം പേര് ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാമിലേക്ക് പിള്ളേര് ചോദിക്കാനുള്ള അത് ശരി, ഭഗവാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചില്ലറക്കാരനൊന്നുമല്ലേ, 16,000-ലധികം ഭാര്യമാരാണ്, ആരാന്നാ വിചാരം, വെറുതെ അല്ലേ കള്ളകൃഷ്ണൻ എന്ന് വിളിക്കണേ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ചൊരു നെഗറ്റീവ് ടച്ചുള്ള കമന്റ്സ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് മറ്റൊരു നിങ്ങൾക്ക് മറുപടി ആയിട്ട് പറയാൻ പറ്റുന്ന വളരെ നല്ലൊരു കാര്യമുണ്ട്. ഈ 16,000 അല്ലെങ്കിൽ 16,100 കന്യകമാരെയും ഭഗവാൻ ഒരേ സമയത്താണ് വിവാഹം ചെയ്തത്. ഒരേ സമയത്ത് 16,100 കൃഷ്ണന്മാർ അവരുടെ അടുത്തടുത്ത് ഉണ്ടായിരുന്നു. ഒരേ സമയത്ത് 16,100 മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു. ഒരേ സമയത്ത് 16,100 ദേവകിമാരുണ്ടായിരുന്നു, 16,100 വസുദേവരുണ്ടായിരുന്നു, 16,100 യശോദമ്മമാരുണ്ടായിരുന്നു, 16,100 നന്ദഗോപന്മാരുണ്ടായിരുന്നു. ഇതില് ഒരു നന്ദഗോപരെ എടുത്തിട്ട് അങ്ങ് ഒറിജിനൽ ആണോ, അങ്ങ് ഏത് വിവാഹമാണ് ഇതിൽ കണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഞാൻ 16,100 കന്യകമാരെയും എൻ്റെ മകൻ വിവാഹം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് മറ്റാരെയൊക്കെ ഉണ്ടെങ്കിലും സാധ്യമാവുമോ? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, രാസലീല എന്ന ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഭഗവാനെ, ശ്രീകൃഷ്ണനെ ഭഗവാനായി കണക്കാക്കുന്നത് എന്ന്. കാരണം അനേക ലക്ഷം ഗോപികമാരുടെ അടുത്ത് ഒരേ സമയം പ്രത്യക്ഷപ്പെടാൻ ഭഗവാൻ അല്ലാതെ, ഈശ്വരനല്ലാതെ സാധ്യമല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ വളരെ മോശമായിട്ടുള്ള കമന്റ്സ് പറയുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് തിരിച്ചു പറയാനായിട്ട് അതിനെക്കുറിച്ച് ഇത്തിരി ഒന്ന് അറിഞ്ഞാൽ മതി. അത് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഉൾവലിഞ്ഞു പോകുന്നത്. റീസെന്റ് ആണ് ഞാൻ കേട്ടത് 8 ഭാര്യമാരേ ഉള്ളൂ, 16,100 എന്നൊക്കെ ആരോ പറഞ്ഞുണ്ടാക്കിയതാണ്. അങ്ങനൊരു സംഭവമേ ഇല്ലായിരുന്നു. പക്ഷെ അങ്ങനൊരു സംഭവം ഉണ്ട്, ഭാഗവതത്തിൽ പറയുന്നുണ്ട് 16,100 വിവാഹം ചെയ്തിട്ടുണ്ട് എന്ന്. അങ്ങനൊരു സംഭവമേ ഇല്ല എന്നാക്കി തീർക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അയ്യോ, ഭഗവാനെ കുറിച്ച് 16,100 വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ മോശം പറയില്ലേ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്. അതല്ല, അതിൻ്റെ ശരിയായ മീനിങ് എന്താണ് എന്നുള്ളത് അറിഞ്ഞ് മനസ്സിലാക്കി അത് നമുക്ക് മറ്റൊരാളോട് ഡെലിവർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നവും വരില്ല കേട്ടോ. അതിന്
കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ആരെങ്കിലുമൊക്കെ നല്ല ഒരു ആചാര്യനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് സാധ്യമാവുന്നതാണ്. ഞാൻ ഒരു ചോദ്യത്തിന് ഒരു ബന്ധമില്ലാത്ത ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കരുത്. ഇതേമാതിരി ചിലപ്പോൾ തുളസി ദേവിക്ക്, വൃന്ദാദേവിക്ക് മറ്റനേകം കഥകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ കേട്ട കഥയാണ് ഞാൻ ഇതിൽ പറയുന്നത് കേട്ടോ. ഞാൻ വിശ്വസിക്കുന്ന കഥയാണ് ഞാൻ ഇതിൽ പറയുന്നത് കേട്ടോ. സവിത, ഒരു കാര്യമുണ്ട്. എൻ്റെ നാരായണീയം വീട്ടിൽ എലിശല്യമുള്ള സമയത്ത് പകുതി ഭാഗം മുറിഞ്ഞു പോയി, അല്ലെങ്കിൽ മുറിച്ചു കളഞ്ഞു. എലി കരണ്ടു. ദോഷമുണ്ടാവുമോ, എന്താ ചെയ്യേണ്ടതെന്ന് പറയാമോ? പുതിയ നാരായണീയം വാങ്ങിക്കുക, കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കാം. ദോഷമാവോന്ന് ചോദിച്ചാൽ ആ എലിക്ക് ഇത് കടിച്ചോളൂ പറഞ്ഞാൽ നമ്മൾ കൊടുത്തതല്ല. വീട്ടിൽ എലിശല്യം വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെയാണ് എലി നശിപ്പിക്കുക എന്ന് ചോദിച്ചാൽ ഒട്ടും ഐഡിയ ഇല്ല നമുക്ക്. അത്ര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എൻ്റെ വീടിനകത്തേക്ക് എലി ശല്യം വന്നിട്ടില്ല പുതിയ വീട് വെച്ചതിന് ശേഷം. പക്ഷെ അപ്പോൾ കാറിൻ്റെ ബ്രേക്കിൻ്റെ വയറാണ് എലി കടിച്ചിട്ടത്. പെരിച്ചാഴി എന്ന് പറയുന്ന വലിയ എലി കാറിൻ്റെ ബ്രേക്കിൻ്റെ വയറ് കടിച്ചിട്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞങ്ങൾ ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയും കൊണ്ടുപോയി എന്ത് സംഭവിക്കുന്നത്? അങ്ങനെ ഉണ്ടായി. ഞാനും മനുവേട്ടനും മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബ്രേക്കിനൊരു വലിവുണ്ടല്ലോ, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് കരുതി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞ് ചെക്ക് ചെയ്ത സമയത്താണ് മനസ്സിലായത് ബ്രേക്ക് വയർ എലിക്കടിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ സ്ലോ ആയിട്ട് പോകുന്നതും തൊട്ടടുത്തുള്ള ഇതിലായ വർക്ക്ഷോപ്പിലും ആയ കാരണമാണ് ഞങ്ങൾക്ക് ഈ സംഭവം കണ്ടുപിടിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. കുറച്ച് സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കില്ലേ സ്ഥിതി? അപ്പോൾ എലിശല്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ദോഷവശങ്ങളെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട. പുതിയ നാരായണീയം വാങ്ങിക്കോളൂ, വായിച്ചോളൂ. അത് എന്നിട്ട് എലി വരാത്ത ഏതെങ്കിലും സ്ഥലത്ത് വെച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് ദീപ്തി ഷാജി എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സവിത, ഞാൻ വാതരോഗത്താൽ വലയുന്നുണ്ട്. നാരായണീയം ഒന്ന് വാങ്ങി അയച്ചു തരുമോ? ക്യാഷ് ഇട്ട് തരാം സവിത. സവിത കണ്ണന് പ്രിയപ്പെട്ട ആളായതുകൊണ്ട് ഒന്നുകൂടി നന്നാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു തരത്തിലുള്ള പണമിടപാടും ചെയ്യില്ല. എൻ്റെ അടുത്ത് ചോദിക്കുകയേ ചെയ്യരുത്. ഇതെൻ്റെ അപേക്ഷയാണ്. ഞാൻ വീണ്ടും 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 നിങ്ങളോട് പറയുന്നു. എന്തെങ്കിലും ഷീട്ടാക്കി തരാനോ എന്തെങ്കിലും വാങ്ങി തരാനോ ഒന്നും എന്നോട് പറയരുത് കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇടാമെന്ന് നിങ്ങൾ പറയുകയും ചെയ്യരുത്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതാണ്. പക്ഷേ ചേച്ചിക്ക് നാരായണീയം വേണമെങ്കിൽ ചേച്ചി എനിക്ക് അഡ്രസ്സ് അയച്ചു തന്നോളൂ. ഞാൻ നാരായണീയം വാങ്ങി അയച്ചു തരാം കേട്ടോ. നാരായണീയം ഒരു നാരായണീയം വാങ്ങി അയച്ചു തരാനുള്ള ഒരു ചുറ്റുപാടൊക്കെ ഇപ്പം എനിക്കുണ്ട്. അത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അയച്ചു തരാം. ചേച്ചി എനിക്ക് വിളിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് സദാ നമസ്കാരം. ഗിരിജ കോയമ്പത്തൂരിൽ നിന്നാണ്. കൃഷ്ണ വിഗ്രഹം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്നാണ് ഗിരിജ ചേച്ചിയുടെ ചോദ്യം. കൃഷ്ണ വിഗ്രഹം ക്ലീൻ ചെയ്യുന്നത്, നമ്മൾ ഇപ്പം ഉണ്ടായ ഒരു കുഞ്ഞു വാവയെ വിചാരിക്കാം. അവനെ അല്ലെങ്കിൽ അവളെ നമ്മൾ എങ്ങനെയാ ക്ലീൻ ചെയ്യാം? ഇപ്പോഴത്തെ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ടാവില്ലേ ക്ലീൻ ചെയ്യാനായിട്ട്, അതുപോലെ ക്ലീൻ ചെയ്യും. വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം എപ്പോഴും പറ്റിക്കൊള്ളണമെന്നില്ല. നമുക്കിപ്പോൾ കുഞ്ഞൊന്ന് കുളിച്ചു വന്നിട്ടേ ഉള്ളൂ, അപ്പോൾ കുഞ്ഞൊന്ന് ഛർദ്ദിച്ചു എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ എങ്ങനെയാ നനഞ്ഞ ഒരു തുണിയോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുക ചെയ്യുക അല്ലേ? അതേമാതിരി നമ്മുടെ കൃഷ്ണ വിഗ്രഹങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ കുഞ്ഞു വാവകൾക്ക് ഉപയോഗിക്കുന്ന വെറ്റ് വൈപ്സ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്കാണ്, ഹാംഫുൾ അല്ലാത്തതാണ്, കെമിക്കൽ യൂസ് ഇല്ലാത്തതാണ് പറയണ വെറ്റ് വൈപ്സ് കിട്ടും. ഈ വെറ്റ് വൈപ്സ് ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കാറാണ് പതിവ്. അപ്പോൾ ഇത് കുറേ ആൾക്കാർക്ക് അറിയുണ്ടാവില്ല. കുറേ ആൾക്കാർ അയ്യോ അത് വെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റില്ലല്ലോ, അപ്പം നാശമായി പോകുമല്ലോ, അപ്പം എന്താ ചെയ്യാന്നറിയാതെ പൊടി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ വെറ്റ് വൈപ്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ തുടച്ച് വൃത്തിയാക്കാറ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും വൈപ്സ് മാത്രം, ഈ ഫേഷ്യൽ ടിഷ്യൂസ് ഉണ്ടായിരിക്കില്ലേ, അത് ഉപയോഗിച്ചിട്ട് പതുക്കെ തുടച്ച് വൃത്തിയാക്കാവുന്നതാണ് കേട്ടോ. ഗീതാ കുമാർ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. ഹായ് സവിത, എൻ്റെ ചോദ്യം കാണുമെങ്കിൽ റിപ്ലൈ തരണേ. ഞങ്ങളുടെ അടുത്ത് ധന്വന്തരി ഭഗവാനാണ് കേട്ടോ. അമ്പലത്തിൽ 2 കൊല്ലം മുമ്പ് സപ്താഹം ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ഭാഗവതം വായിക്കാൻ വന്നവരുടെ കൂടെ ഭാഗവതം വായിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചിരുന്നു കേട്ടോ. അതിനുശേഷം എനിക്ക് ഭാഗവതം വാങ്ങാനും വായിക്കാനും സാധിച്ചില്ല. ഈ മെയിൽ ഗുരുവായൂർ വന്നപ്പോൾ ഭാഗവതം വാങ്ങിച്ചു. ഈ ബുധനാഴ്ചയാണ് അത് നമ്മുടെ ഗുരുവായൂരപ്പനോട് പെർമിഷൻ ചോദിച്ചിട്ട് വായിക്കാൻ തുടങ്ങിയത്. ഇനി എൻ്റെ ചോദ്യം, ഭാഗവതം തുടർച്ചയായി വായിക്കണമെന്നുണ്ടോ? എനിക്ക് അശുദ്ധി മാറിയിട്ടുണ്ട്, ചിലപ്പോൾ വായിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞു തരാമോ? വായിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ വായിക്കേണ്ട, അടുത്ത ദിവസം എന്തായാലും വായിക്കാം. ഈ തുടർച്ചയായിട്ട് വായിക്കണം അല്ലെങ്കിൽ എന്തോ വലിയ ദോഷം വരും എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറിയോ, സ്കിപ്പ് ചെയ്യുക ചെയ്യാം.
അത് ചെയ്തില്ലെങ്കിൽ മുടങ്ങിപ്പോയാൽ ദോഷം വന്നാലോ, അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ മുടങ്ങാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും, ഞാൻ എന്തായാലും മുടക്കില്ല എന്ന് പറയുന്നതിനേക്കാളും നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ, നമ്മൾ ഹോസ്പിറ്റലിൽ പോയാലോ മുടക്കം വരാൻ സാധ്യതയില്ലേ, അപ്പോൾ ഭഗവാൻ കോപിക്കും എന്ന് വിചാരിക്കും. അപ്പൊ നമ്മളത് വേണ്ടാന്ന് വെക്കും. അങ്ങനെ വേണ്ടാന്ന് വെക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ അത്രയും ദിവസം ചെയ്യുക. മുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും, മുടക്കം മാറിക്കഴിഞ്ഞാൽ വീണ്ടും ചെയ്തു തുടങ്ങാം. നമ്മുടെ കാലൊടിഞ്ഞു അല്ലെങ്കിൽ കൈ ഒടിഞ്ഞു, നമ്മൾ ഹോസ്പിറ്റലിലായി, എന്താ ചെയ്യാം? ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടൊന്ന് ദേഹശുദ്ധി വരുത്തിയാൽ നമുക്ക് വീണ്ടും വായിക്കാം. പക്ഷെ അത് പറ്റില്ലല്ലോ. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എന്താ ചെയ്യാം? മുടങ്ങിക്കോട്ടെ, സാരമില്ല. അത് നമ്മുടെ മനുഷ്യ സഹജമായ മുടക്കങ്ങളല്ലേ. അത് കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ റീസ്റ്റാർട്ട് ചെയ്തോളൂ. അതെന്ന് കരുതി ഒരിക്കലും വായിക്കാതിരിക്കണ്ട കേട്ടോ. ലേഖ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, സവിതയുടെ ചാനൽ കണ്ടു തുടങ്ങിയത് മുതൽ ഞാൻ ഭഗവാനോട് കൂടുതൽ എടുത്തു. ഇപ്പോൾ എല്ലാ മാസവും ഗുരുവായൂർ വരുന്നു. ഇടയ്ക്ക് ഒരു മാസം മുടങ്ങിയാൽ വലിയ വിഷമമുള്ള ആളാണ്. വീട് നഷ്ടമാകുന്ന അവസ്ഥയാണ്. കടമുണ്ട്. ഞാൻ കണ്ണനോട് എങ്ങനെയാണ് ആവശ്യം പറയുന്നത്? കുട്ടിക്കാലം മുതൽ എൻ്റെ വീടിനടുത്ത് കൃഷ്ണന്റെ അമ്പലത്തിൽ കളിച്ചു വളർന്നവളാണ്. ഇപ്പോൾ 60 വയസ്സായി. ഇതുവരെ എന്തെങ്കിലും വിഷമം വന്നുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ വിഷമം എന്താണ് കണ്ണൻ കാണാത്തത്? ഈ 60 വയസ്സ് വരെ ഈ അമ്മ വിളിച്ചിട്ട് ലേഖമ്മയ്ക്ക് തോന്നിയത് ഭഗവാൻ കാണണേയില്ല എന്നാ? അങ്ങനെ ചിന്തിക്കുകയോ ചെയ്യരുത് കേട്ടോ. ഭഗവാൻ കാണുന്നുണ്ട്, ഉറപ്പായിട്ടും കാണുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രാരബ്ധം വരുന്നതെങ്കിൽ, ലേഖമ്മയുടെ ആത്മാവ് ഭഗവാൻ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായെങ്കിലും ഭഗവാനെ അറിയാൻ തുടങ്ങിയിട്ട് ഈ ജന്മേ ആയിട്ടുള്ളൂ. അപ്പൊ ഈ ജന്മം ചെയ്ത പാപം കൊണ്ട് അനുഭവിക്കുന്നു എന്നൊരിക്കലും വിചാരിക്കണ്ട. ഏതോ ജന്മം എന്തൊക്കെയോ ദുരിതങ്ങളും എന്തൊക്കെയോ കഷ്ടപ്പാടുകളും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതാണ് ഇങ്ങനെ ജനറേറ്റ് ആയിട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ ഇത് അനുഭവിക്കാതിരിക്കാനല്ലേ നമ്മൾ ഭഗവാനെ വിളിക്കണത്? തീർച്ചയായിട്ടും അതെ, ഇത് അനുഭവിക്കേണ്ടെന്ന് കരുതിയിട്ട് തന്നെയാണ് നമ്മൾ ഭഗവാനെ വിളിക്കണത്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഭഗവാൻ വിചാരിക്കും ഈ ജന്മത്തോടു കൂടി തന്നെ അവളുടെ പ്രാരബ്ധങ്ങളൊക്കെ ഒന്നങ്ങോട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ ഡിലേ വരുന്നത്. അതല്ലെങ്കിൽ ഇതിലും വലിയ ദുരിതങ്ങളൊക്കെ വരാനിരിക്കുന്നതായിരിക്കാം. അതായിരിക്കാം നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുവന്ന് നടക്കുന്നത്. അങ്ങനെയും ആവാലോ. അപ്പോൾ ഒരിക്കലും ഭഗവാൻ നമ്മളെ കേൾക്കുന്നില്ല എന്ന് ചിന്തിക്കുക ചെയ്യരുത് കേട്ടോ. ഭഗവാൻ ഓൾവേസ് നമ്മളെ കേൾക്കുന്നുണ്ട്. നമ്മുടെ ദുരിതവും കഷ്ടപ്പാടുകളും ഒക്കെ കാണുമ്പോൾ മനസ്സലിയുന്ന നമ്മുടെ കാരുണ്യാർദ്രമൂർത്തിയായ നമ്മുടെ ഉണ്ണികൃഷ്ണൻ എല്ലാം കാണുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ നമ്മളോട് സംസാരിക്കും. നമ്മൾ ഉണ്ണികൃഷ്ണനോട് പറയൂ, ഇതേപോലെ എനിക്ക് വീടില്ലാത്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യണ്ടേ? ഉണ്ണികൃഷ്ണൻ ഇല്ലേ എൻ്റെ കൂടെ? ഉണ്ണി എനിക്ക് ഈ അമ്മയ്ക്ക് വീടുണ്ടാക്കി തരാൻ ഉണ്ണി അല്ലാണ്ട് വേറെ ആര് വിചാരിച്ചാലാ സാധിക്കുക എന്ന് ചോദിച്ചു നോക്കൂ. അപ്പൊ ഉണ്ണികൃഷ്ണൻ പറയും, ശരിയാണല്ലോ, അമ്മയ്ക്ക് ഞാനല്ലേ ഉള്ളൂ, ഞാനിതാ ഉണ്ടാക്കി തരാമെന്ന് ഉറപ്പായിട്ടും പറയും. പ്രാർത്ഥിച്ചോളൂ. ഞാനും അമ്പലത്തിൽ പോകുന്ന സമയത്ത് പ്രാർത്ഥിക്കാം. ഒരിക്കലും നിങ്ങൾ ഒരാളും നെഗറ്റീവ് ചിന്തയോടുകൂടി ഗുരുവായൂരപ്പനെ, ഞാനൊന്നും വിളിച്ചാൽ ഗുരുവായൂരപ്പൻ കേൾക്കില്ല, ഗുരുവായൂരപ്പന് നല്ല ശക്തിയൊക്കെ ഉണ്ട്, പക്ഷെ ഞാനൊന്നും വിളിച്ചാൽ ഗുരുവായൂരപ്പൻ കേൾക്കില്ല, ഈ ഒരു ചിന്തയെ നിങ്ങൾ വിടൂ. ആര് വിളിച്ചാലും നമ്മുടെ ഉണ്ണികൃഷ്ണൻ കേൾക്കും. ശക്തി വെറുതെയുള്ളതല്ല ഗുരുവായൂരപ്പന്. ഓരോ ഭക്തന് വേണ്ടിയാണ് ഭഗവാൻ അവിടെ ഉള്ളത്. നീ എന്നെ വിളിക്കണ്ടോ എന്തോന്ന് ചോദിച്ച് ഓടി വരും ഉണ്ണികൃഷ്ണൻ. ആ ഒരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിനുണ്ടായിരിക്കണം. എൻ്റെ ഉണ്ണിയാണ്, എൻ്റെ കൃഷ്ണനാണ്, ഞാൻ വിളിച്ചാൽ, ഞാൻ പറഞ്ഞാൽ എൻ്റെ ഉണ്ണികൃഷ്ണനെ തള്ളിക്കളയാൻ പറ്റില്ല എന്ന 100% ഉറപ്പോടുകൂടി നിങ്ങൾ നാമം ജപിക്കൂ. അത് 10 നാമമായാലും മതി. ആ ഒരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിനുണ്ടെങ്കിൽ അത് മതി ഉണ്ണികൃഷ്ണന്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കൂ കേട്ടോ. ഞാനും അമ്പലത്തിൽ പോകുന്ന സമയത്ത് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യാം. അപ്പൊ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ.